ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്നില്ലേ ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലെങ്കിലും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ക്യാരറ്റ് കുംസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ മൈദപ്പൊടിയും ചേർത്തിട്ടില്ല, അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതിനു മുൻപ് ഒരുപാട് പോളാർ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ. ഇതാ ക്യാരറ്റ് കുംസിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 3 ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്, 2 നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അത് നിങ്ങൾ ഗ്രേറ്റ് ചെയ്തിട്ടോ അതല്ല പീസസ് ആക്കി കട്ട് ചെയ്യുക എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആദ്യത്തത് ഗ്രേറ്റ് ചെയ്തിട്ട് നല്ല തിന്നായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക, അതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഈ 2 ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല ചെറിയ പീസസ് ആക്കി അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്, ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തത് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മെൽട്ടായി വന്നോട്ടെ. ഞാൻ സ്പൂണൊന്നും ഇട്ട് അതിനിങ്ങനെ മെൽട്ടാക്കി എടുക്കുന്നില്ല, അതല്ലാതെ തന്നെ അങ്ങ് മെൽട്ടായിക്കോളൂ കേട്ടോ. ഇതുപോലെ കളർ മാറി വരുമ്പോൾ 3-4 ടേബിൾ സ്പൂൺ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ഇങ്ങനെ കാരമലായി കിടക്കുന്ന സമയത്ത് വെള്ളം ഒഴിക്കുമ്പോൾ തെറിക്കാൻ വഴിയുണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഇതിങ്ങനെ ഒന്ന് മെൽട്ടായി വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ച ഗ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ക്യാരറ്റ് വേണം കേട്ടോ ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ആ മധുരം ഇതിലേക്കൊന്ന് പിടിച്ച് കിട്ടാനും ഇതിൻ്റെ ഒരു റോ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അതൊന്ന് മാറി കിട്ടാനും അത്രയും ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതാ ഇപ്പോൾ ക്യാരറ്റിൻ്റെ ആ റോ ടേസ്റ്റ് ഒക്കെ മാറി ഒന്ന് ഉടക്കാത്ത രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ക്യാരറ്റ് ഒന്ന് തണുത്ത് വരുമ്പോഴേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് അരിച്ചൊക്കെ ഒന്ന് മാറ്റി വെക്കേണ്ടതുണ്ട്. അതിനായിട്ട് 250 ml കപ്പിൽ 1 കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടുമ്പോൾ 1/4 ടീസ്പൂൺ മാത്രം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ രണ്ടും മിക്സ് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി പൊടികളൊക്കെ അരിച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച 2 ക്യാരറ്റ് ഉണ്ടായിരുന്നില്ലേ, അത് കട്ട് ചെയ്തിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഏത് രീതിക്കാണ് ചെയ്തത് അത് ഈ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് പഞ്ചസാര പൊടിക്കാത്തതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 കപ്പോളം പാലൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് 3 കൂടി നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇതേ കണക്ക് വേണേ അടിച്ചെടുക്കേണ്ടത്. ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 3-4 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, വെളിച്ചെണ്ണ ഒഴിക്കരുത്. കൂടെ തന്നെ ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നല്ല പത വരുന്ന രീതിയിലൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇത് കണ്ടോ, നല്ല പതയോട് കൂടിയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് മുഴുവനായിട്ടല്ല, കുറച്ച് ആദ്യം ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പൊടികളൊക്കെ ഒന്ന് ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാനുള്ളത് തന്നെ. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ഫസ്റ്റ് മാറ്റി വെച്ച കാരമൽ മിക്സിലേക്ക് ചേർത്ത ക്യാരറ്റ് ഉണ്ടായിരുന്നല്ലോ, അത് കട്ടയില്ലാതെ ഇതുപോലെ കൈകൊണ്ട് തന്നെ വിടുവിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരേ ഡയറക്ഷനിൽ അതിങ്ങനെ മിക്സ് ചെയ്ത് എടുക്കാം. അതുകൊണ്ടാണ് ഞാൻ മുഴുവനും ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഒഴിക്കാത്തത് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പക്ഷേങ്കിലേ അതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. പിന്നെ ക്യാരറ്റ് മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ അരിച്ച് മാറ്റി വെച്ച പൊടിയില്ലേ, അത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ആദ്യം ചേർത്ത ബാറ്ററിൽ തന്നെ കഴിയുന്നതും മിക്സ് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോഴില്ലേ നമുക്ക് അന്നേരം പത അടങ്ങാത്ത ആ ബാറ്റർ ഉണ്ടല്ലോ ബാക്കിയുള്ളത്, അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അപ്പോൾ ഇത് ആയി കിട്ടും കേട്ടോ കുംസ്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ കുറേശ്ശെ എത്രത്തോളം ടൈറ്റായി വരും അതുവരെ നമുക്ക് പൊടികൾ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത്ര മാക്സിമം ഇതിൽ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാൻ നോക്കാം. എന്നിട്ട് കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുക്കും, വീണ്ടും അത് മിക്സ് ചെയ്തെടുക്കും. ഒരേ ഡയറക്ഷനിൽ തന്നെ കഴിയുന്നത് മിക്സ് ചെയ്തെടുക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് എന്നാലും ആ പത അടങ്ങാതിരിക്കും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടോ, ഞാൻ പതുക്കെയാണ് അതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത്. ആട്ടപ്പൊടി ആയതുകൊണ്ട് തന്നെ അത് കുറച്ച് മൈദനേക്കാളും കുറച്ചുകൂടെ പണിയാണ് കേട്ടോ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. അത് കട്ട കെട്ടാതെ ഒന്ന് നോക്കാം, അത്ര തന്നെ. ഇപ്പോൾ കണ്ടോ, കട്ട കെട്ടാതെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലൊരു വിസ്ക് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ നമുക്ക് കട്ട കെട്ടാതെ കിട്ടും. ഞാൻ കുറച്ചുകൂടെ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇടയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇല്ലേ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വല്ലതും ഒന്ന് കരുതിയിട്ട് മാത്രം അങ്ങ് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ വെറും ക്യാരറ്റ് മാത്രം ചേർത്ത് കൊടുത്താൽ ഞാൻ പറഞ്ഞ പോലെ. ഇനിയിപ്പോൾ ലാസ്റ്റ് ബാക്കി വെച്ചതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും കുംസ് റെഡിയായി കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ മിക്സിങ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ അതുപോലെ ഈ ലൂസ് കൺസിസ്റ്റൻസിയും ശ്രദ്ധിക്കണം, ടൈറ്റായി പോകാൻ പാടില്ല. ആട്ടയായതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൈദ നമ്മൾ കലക്കി വെച്ചാൽ വീണ്ടും അതൊന്ന് ലൂസായി വരും, പക്ഷേ അത് ഇരിക്കുന്നവർ ടൈറ്റായി വരികയല്ലേ ചെയ്യുക, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ വീണ്ടും ഇതിൻ്റെ സൈഡ് വശത്തു നിന്നൊക്കെ വടിച്ച് അതിലേക്ക് ആക്കി കൊടുക്കണേ. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഇതിൻ്റെ മിക്സിംഗ് പരിപാടി കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ കുറേ സമയമൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 വഴിയുണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞു തരാം. ആദ്യത്തെ വഴി ഇതാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്ന സോസ് പാനിലോട്ട് കുറച്ച് ഓയിലോ ഗീയോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ബാറ്റർ മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ഒരു കൊള്ളിയോ സ്ക്യൂറോ വെച്ച് ഒന്ന് പതുക്കെ ഒന്നിങ്ങനെ അതിൽ എയർ ബബിൾസ് ഔട്ടാൻ വേണ്ടി ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് തട്ടി കൊടുക്കുകയും ചെയ്യാം. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ കാരമൽ ചെയ്തിട്ട് മാറ്റി വെക്കുമ്പോൾ കുറച്ചങ്ങ് മാറ്റി വെച്ചിട്ട് അത് ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. ടൂട്ടി ഫ്രൂട്ടി നിങ്ങൾ ഇട്ട് കൊടുക്കുന്നില്ലെങ്കിൽ പക്ഷേ നല്ല ടേസ്റ്റ് ആട്ടോ ഇതിട്ട് കൊടുക്കുമ്പോൾ. മിക്സിംഗ് പരിപാടി ചെയ്യുന്നതിന് മുൻപായിട്ട് എന്നോട് കാര്യം പറയാൻ വിട്ടുപോയതാണ്. ഇതുപോലെ ഒരു ഫ്ലെയിം കൺട്രോളറോ അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത തവയോ ചൂടാവാൻ വെക്കണം കേട്ടോ. അതിന് ശേഷം വേണം നമ്മൾ മിക്സിങ് തുടങ്ങാം. അപ്പോഴേക്ക് ഇത് പ്രീ ഹീറ്റ് ആവുമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഇനി ഈ പാത്രം ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ വെച്ച് കൊടുത്ത പാത്രം ഒന്ന് ചൂടായി വരുമല്ലോ, ആ സമയം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വെച്ച് കൊടുക്കുക. പിന്നെ അതുപോലെ എപ്പോഴും പറഞ്ഞ പോലെ ഗ്ലാസ്സിൽ ഇടാന്നെങ്കിൽ അതിനെന്തെങ്കിലും ഫോയിൽ പേപ്പറോ എന്തെങ്കിലും വെച്ച്. ഇനി രണ്ടാമതൊരു മെത്തേഡ് എന്താണെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു കേക്ക് ടിൻ എടുക്കുക. എന്നിട്ട് അതിലോട്ട് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് മൈദപ്പൊടി കൂടെ ഒന്ന് തട്ടിക്കൊടുക്കുക കേട്ടോ. കൂടുതലാവണ്ട, ഒന്ന് തട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ കേക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. എന്നിട്ട് അതിലോട്ട് ഈ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ഉപയോഗിക്കാത്ത ഏതെങ്കിലും പാത്രം പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിലോട്ട് ഈ കേക്ക് ടിൻ അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 30 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ തന്നെ ആയി കിട്ടും. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഈ സോസ് പാനിൽ ചെയ്യുമ്പോൾ തന്നെ കേട്ടോ. അപ്പം അങ്ങനെയും ചെയ്യാനൊരു വഴിയുണ്ടെന്ന് പറയായിരുന്നേ. ഒരു 30 മിനിറ്റിന് ശേഷം എടുത്ത് നോക്കിയപ്പോൾ കണ്ടോ ഇതിൻ്റെ സൈഡ് വശത്തു നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ എനിക്കിത് സോസ് പാനിൽ തന്നെ കുറച്ചുകൂടെ കംഫർട്ട്. ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു കൊള്ളിയോ സ്ക്വയർ വെച്ച് ഒന്ന് കുത്തിയിട്ട് അതിൽ ഒട്ടിപ്പിടിച്ചിട്ടെങ്കിൽ കുക്കായി എന്ന് അർത്ഥം കേട്ടോ. ഇനി അഥവാ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ടൂട്ടി ഫ്രൂട്ടി ഇട്ടുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാണ് കേട്ടോ. നമുക്കല്ലെങ്കിൽ തന്നെ ആ കേക്കിൻ്റെ കൂടെ ആ ടൂട്ടി ഫ്രൂട്ടി ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കൂടെ കാണിച്ചു തരാം. ഇതാ നോക്കി ആ ടൂട്ടി ഫ്രൂട്ടിയും അതൊക്കെ ഇടയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കുംസാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടാവാതിരിക്കില്ല. നല്ല ഈസി അല്ലേ ഇത് ചെയ്തെടുക്കാൻ, കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കുക കേട്ടോ. നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളാണ്. പിന്നെ അതുമാത്രമല്ല മൈദപ്പൊടി യൂസ് ചെയ്യുന്നില്ല, പിന്നെ ഓവനില്ല, ബീറ്ററില്ല, അതൊന്നും ടെൻഷനും ഇല്ല. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. 2 ക്യാരറ്റും കുറച്ച് ആട്ടപ്പൊടിയും 2 മുട്ടയും ഉണ്ടെങ്കിൽ എളുപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു കുംസ് റെസിപ്പി അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഇതിനു മുൻപ് ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കൂടെ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ പോള ചെയ്യുന്നത് പോലെ വേറൊരു പാനിലേക്ക് ഫ്ലിപ്പ് ചെയ്തിടുകയോ അതൊന്നും അതിൻ്റെ ഒന്നും ബുദ്ധിമുട്ടും ഇതിന് വരുന്നില്ല. അതുകൊണ്ട് എളുപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈ പോള റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ഇതിന് മുൻപ് ഒരുപാട് പോള റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തന്നെ. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.